നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ്. കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിചാരണ കോടതി നോട്ടീസ് അയച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷബിന സിയാദ് ചേരുന്നു. ഷബിന, എന്താണ് ആർ ശ്രീലേഖ കോടതിയലക്ഷ്യ നടപടി നേരിടും വിധം ഈ വിഷയത്തിൽ, ഈ കേസിൽ, പ്രമാദമായ കേസിൽ പറഞ്ഞത്? ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മുൻ DGP ആയിരുന്ന ആർ ശ്രീലേഖ കോടതിയലക്ഷ്യ നടപടി നടത്തി എന്നതായിരുന്നു അതിജീവിതയുടെ പരാതി. ഈ കേസിൽ നടൻ ദിലീപിനെതിരെ തെളിവില്ല എന്ന് ശ്രീലേഖ പ്രസ്താവന നടത്തി. തന്റെ യൂട്യൂബ് ചാനൽ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തി. കേസ് വിചാരണയിലിരിക്കെയാണ് ഈ രീതിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്നയാൾ പ്രചരണം നടത്തിയത്. ഇത് കോടതിയലക്ഷ്യ നടപടിയാണ് എന്നാണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. ഈ ഹർജിയിൽ വിചാരണ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയും ഇന്നിപ്പോൾ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമാനമായ സംഭവങ്ങൾ മറ്റു കോടതിയലക്ഷ്യ ഹർജികളും ഇതേ കോടതിയിൽ തന്നെ ഈ വിഷയത്തിലുണ്ട്. ആ ഹർജികൾക്കൊപ്പം പരിഗണിക്കാനായി കോടതി ഇത് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അതിജീവിത ഇന്ന് മറ്റൊരു ആവശ്യം കൂടി കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചിരുന്നു. ഈ കേസിന്റെ അന്തിമവാദം ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ തുറന്ന കോടതിയിൽ നടത്തണം. ഇതുവരെയുള്ള സാക്ഷി വിസ്താരവും മറ്റും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടന്നിരുന്നത്. ഇനിയുള്ള വാദങ്ങൾ തുറന്ന കോടതിയിൽ നടത്തുകയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറംലോകം അറിയുകയും വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജി നാളെ പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട്. ഷബ്ന, കേരളം കണ്ട ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസുകളിൽ ഒന്നാണ്, സംഭവങ്ങളിൽ ഒന്നാണ് ഇത്. കേരളം മാത്രമല്ല, രാജ്യമാകെ തന്നെയും ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തും പല കാരണങ്ങളാൽ സവിശേഷ ശ്രദ്ധ ആകർഷിച്ച കേസാണ്. കേസിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണോ ഇപ്പോൾ? രാഷ്ട്രപതിക്ക് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രപതിക്ക് തന്നെയും അതിജീവിതയായ നടി പരാതി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർ ശ്രീലേഖയുടെ കോടതിയലക്ഷ്യ മാണെന്ന് കണ്ട് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തുറന്ന കോടതിയിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല, അങ്ങനെ വേണം എന്ന ആവശ്യവുമുണ്ട്. ഈ കേസ് പ്രമാദമായ കേസ് അതിൻ്റെ അന്തിമമായ ഭാഗത്തോട് അടുക്കുകയാണോ? എന്തുകൊണ്ടാണ് അതിജീവിതയായ നടി ഈ നടപടിക്രമങ്ങൾ തുറന്ന കോടതിയിൽ തന്നെ ആകട്ടെ എന്ന നിലപാടെടുത്തിരിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 2017 ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് 2018 മുതൽ ഇതിന്റെ വിചാരണ നടപടികൾ നടക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ ഈ കേസിൽ വിധി വരും എന്നിരിക്കെയാണ് ഇപ്പോൾ അതിജീവിത ഇത്തരത്തിലുള്ള 2 പരാതികളുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 2 അല്ല 3 എന്ന് പറയാം. കാരണം രാഷ്ട്രപതിക്ക് ഈ മെമ്മറി കാർഡ് തുറന്ന സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിൽ ഇപ്പോൾ 2 പരാതികൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഈ ശ്രീലേഖയ്ക്കെതിരെ നൽകിയിട്ടുള്ള പരാതി, 2 തുറന്ന കോടതിയിൽ ഇതിന്റെ വാദം നടത്തണം എന്നൊരാവശ്യം. ഇപ്പോൾ കേസിലെ സാക്ഷ്യ വിസ്താരം ഏകദേശം എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 216 പ്രോസിക്യൂഷൻ സാക്ഷികളെ നിലവിൽ വിസ്തരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രതിഭാഗത്തിന്റെ സാക്ഷികളായി 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 പേരുടെ വിസ്താരവും പൂർത്തിയാക്കി. മറ്റൊന്ന്, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന്റെ വിസ്താരം മാത്രം 6 മാസം എടുത്താണ് ഈ വിസ്താരം നടത്തിയത്. അത്തരത്തിൽ ദീർഘമായ വിസ്താര നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിനിടെ തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള വിവിധ പരാതികൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല, മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നില്ല, സത്യസന്ധമല്ലാത്ത വിവരങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ തുറന്ന കോടതിയിൽ ഇനിയുള്ള വാദം, അതായത് ഈ അന്തിമവാദം മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ഈ അന്തിമവാദം എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരും ഇനി അവർക്ക് പറയാനുള്ള, ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് കോടതി ഇവർ കുറ്റക്കാരാണോ, ഈ പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയുമാണ് ഇനിയുള്ള നടപടി. ഇനിയുള്ള ഈ നടപടികൾ ഒരു തരത്തിലും ഈ വ്യക്തിപരമായി അല്ലെങ്കിൽ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊന്നും തന്നെ ഇനി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന കോടതിയിൽ ഇത് വാദം നടത്തുകയും അത് പൊതുജനങ്ങൾ ഈ വിഷയം അറിയുകയും വേണം എന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നു. നിരവധി തവണ ഈ മെമ്മറി കാർഡ്, കൃത്യമായി പറഞ്ഞാൽ 3 തവണ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചു എന്ന രീതിയിൽ സെഷൻസ് ജഡ്ജി തന്നെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ 2 തവണ കോടതിയുടെ അനുമതിയോടെയാണ് ഈ റിപ്പോർട്ട് പരിശോധിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു തവണ കോടതിയിലെ ശിരസ്താറായ താജുദ്ദീൻ പരിശോധിച്ചു എന്ന് പറയുന്നത് സ്വന്തം ഫോണിലിട്ട്, അതായത് വിവോ ഫോണിലിട്ടാണ് ഇത് പരിശോധിച്ചത്. ഈ ഫോൺ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ ഫോൺ കണ്ടെത്താത്തതിൽ അടക്കം വലിയ
പരാതികൾ അതിജീവിത ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ച ഈ കത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതിന്റെ ജുഡീഷ്യൽ സംവിധാനങ്ങളാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. ഇതിൽ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയെ സമീപിക്കുന്നത് എന്നും പറയുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ അതിജീവിതം നടത്തുന്നുണ്ട്. ഏതായാലും 2 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വിധി വരും എന്ന ഏകദേശ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിർണായകമായ നീക്കം. ശരി, നന്ദി ഷബ്ന. വിവരങ്ങൾക്ക് അതിനിർണായകമായ നീക്കങ്ങളാണ് അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം 2 മാസത്തിനകം അന്തിമ വിധി തന്നെയും ഈ വിഷയത്തിൽ വരും. അവർ ആക്രമിക്കപ്പെട്ട നടി അങ്ങേയറ്റം വലിയ ബുദ്ധിമുട്ടുകൾക്കാണ് ഇരയായത്. വലിയ അതിക്രമത്തിനിരയായി അതേ തുടർന്നുണ്ടായ ജുഡീഷ്യൽ പ്രോസസ്സിനിടെ അവർ ഒരിക്കലും ഒരു പരിഷ്കൃതമായ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധം അവരുടെ രഹസ്യ വിവരങ്ങളടങ്ങിയ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായോ എന്നും അവർ ഭയപ്പെടുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രപതിയുടെ അടക്കമുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. നന്ദി ഷബ്ന വിവരങ്ങൾക്ക്.